ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും. ലഞ്ച് ബോക്സിലെല്ലാം നമുക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെണ്ടയ്ക്കയാണ് വേണ്ടത്. വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് നീളത്തിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ. ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെണ്ടയ്ക്ക കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അളവിൽ എല്ലാം കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചാണെങ്കിലും നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെണ്ടയ്ക്കയിൽ നല്ലപോലെ പിടിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് 2 സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി വീണ്ടും ബാക്കിയുള്ളത് ഒന്നുകൂടെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ എല്ലാവർക്കും ഒരു അടിപൊളി ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.